ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാണീസ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ? കമൻസ് ഒക്കെ ഇടാൻ മറക്കരുത് കേട്ടോ. ഇന്നൊരു ഒനിയൻ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ? ഇവിടെ 3 സവോള അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ടൊമാറ്റോ കുറച്ച് വലുതായത് കാരണം ഞാൻ അതിൻ്റെ മുക്കാലും ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു 4 റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ ചില്ലിയാണ് കേട്ടോ. പിന്നെ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഈ ഉള്ളി ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഷേപ്പൊന്നും അത്ര പ്രശ്നമല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വലിപ്പം ഒന്ന് കുറഞ്ഞ് കിട്ടണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും അത്ര നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ സവോള അതിനകത്തേക്ക് ഇടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ വറ്റൽമുളകും കൂടി ഇടാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഒരു 3 മിനിറ്റൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ ടൊമാറ്റോയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ടൊമാറ്റോ ചേർക്കുന്ന ഒപ്പം തന്നെ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മല്ലിയില കേടുവന്ന് പോയി. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ടൊമാറ്റോയുടെ പച്ച ചുവയൊക്കെ ഒന്ന് പോകണം, അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. ഈ ടൊമാറ്റോയുടെ കളറൊക്കെ ഒന്ന് മാറി ഇതാ ഒരു കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കായപ്പൊടി ചേർക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കാശ്മീരി ചില്ലി പൗഡർ ബേസിക്കലി അതിൻ്റെ നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടാണ് അരയ്ക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിത് ഇത്തിരി ഒരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സി ജാറിൽ ഇത് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്നതൊപ്പം നമുക്ക് ഇതിനകത്ത് ഉപ്പ് കുറവുള്ളത് എത്രയാണെന്ന് വെച്ചാൽ ആ ഉപ്പും കൂടെയൊക്കെ ചേർക്കണം കേട്ടോ. പിന്നെ ഇത് തീരെ വെള്ളമില്ലാതെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ സുഖമായിട്ട് ഒഴിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കണ്ടോ, നമ്മുടെ ചട്നി നല്ല ചൊകാന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ദോശയുടെയും ഇഡ്ലിയുടെയും അടയുടെയും ഒക്കെ കൂടെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അടുത്ത തവണ ദോശ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിന് മുമ്പായിട്ടൊരു കാര്യം, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.